latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. റമദാനോടനുബന്ധിച്ച് വൈറ്റ് ഹൌസിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്ന പാരമ്പര്യം അവസാനിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 നൂറ്റാണ്ടായി US പ്രസിഡന്റുമാർ തുടർന്നു വന്ന രീതിയാണ് ഇത്തവണ ഇഫ്താർ വിരുന്ന് വേണ്ടെന്ന് വെച്ചതിലൂടെ ട്രംപ് നിർത്തലാക്കിയത്. വൈറ്റ് ഹൌസ് ആതിഥ്യം വഹിക്കുന്ന ഇഫ്താർ വിരുന്നിൽ USലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പ്രമുഖരും കോൺഗ്രസ് അംഗങ്ങളും മുസ്ലിം രാജ്യങ്ങളുടെ USലെ സ്ഥാനപതികളുമാണ് സാധാരണയായി പങ്കെടുക്കാറുള്ളത്. അതേസമയം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾക്ക് ഹാർദവമായ ആശംസ നേർന്ന് ട്രംപും ഭാര്യ മെലാനിയും പ്രസ്താവന ഇറക്കുകയും ചെയ്തു. നോമ്പിന്റെ പുണ്യമാസത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്കൊപ്പം USലെ മുസ്ലിം സഹോദരങ്ങളും വിശ്വാസത്തിലും കാരുണ്യ പ്രവർത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അയൽക്കാർക്ക് സഹായഹസ്തം നീട്ടുകയും ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർക്കൊപ്പം ഭക്ഷണം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന പാരമ്പര്യം തുടർന്ന് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം അവർ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. പ്രസ്താവനയിൽ പറയുന്നു, 1805 അന്നത്തെ US പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സനാണ് വൈറ്റ് ഹൌസിൽ ആദ്യമായി ഇഫ്താർ വിരുന്നൊരുക്കിയത്. പിന്നീട് 1996 ക്ലിന്റന്റെ ഭരണകാലത്താണ് ഈ പതിവ് മാറ്റിയത്. ക്ലിന്റന് ശേഷം വന്ന ജോർജ് W. ബുഷ്, ബറാക് ഒബാമ എന്നിവർ വൈറ്റ് ഹൌസിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്ന പതിവ് തുടരുകയും ചെയ്തു. USനെ ഒന്നാകെ ഉലച്ചുകളഞ്ഞ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം പോലും ഇഫ്താർ വിരുന്നൊരുക്കുന്ന പതിവ് വൈറ്റ് ഹൌസ് നിർത്തലാക്കിയിരുന്നില്ല. ഈ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.